ഹലോ ഡിയസ്, സേ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ചെയ്ത 2 വീഡിയോകളുടെ താഴെ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ സങ്കടവും വിഷമവും ടെൻഷനും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് എൻ്റെ തിരക്കുകൾക്കിടയിലും ഇടയ്ക്കിടയ്ക്ക് കമൻറ്റുകൾ നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി തരാനായിരുന്നു നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോകളുടെ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാറ്റിനും അതിനകത്ത് കമൻറ്റുകൾക്കും ഞാൻ മറുപടി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സേ എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വിഷമം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് വന്നിട്ട് വേണം ഇനി ഒരു കോഴ്സിലോട്ട് നല്ല രീതിയിൽ ഒരു കോഴ്സൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉടനെ തന്നെ നമ്മൾ എത്രത്തോളം സേ എക്സാമിന് മാർക്ക് കിട്ടാം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങളൊക്കെ അതിനകത്ത് വീഡിയോ ആയി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് ഇപ്പം സേ എക്സാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ വർഷം സേ എക്സാം എഴുതി പാസ്സായ സ്റ്റുഡൻസിൻ്റെ കമൻറ്റ്, അവർ യൂട്യൂബിലിട്ട കമൻറ്റുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാർക്ക് അതിനകത്ത് സ്റ്റുഡൻസിന് കൂടുന്നുണ്ട് എന്നുള്ളത്. നോക്കൂ, ഒരു സ്റ്റുഡൻറ്റ് പറയുന്നു എനിക്ക് കെമിസ്ട്രിയിൽ +1 13 മാർക്കാണ്, +2 19, സേ എക്സാം എഴുതിയപ്പോൾ 54 മാർക്കായി എന്നുള്ളത്. അപ്പോൾ നോക്കൂ ഇത്രത്തോളം കൂടി. ഇനി മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ കമൻറ്റാണ് എനിക്ക് 3 സബ്ജക്റ്റ് പോയി, ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ, ഈ 3നും 48, 56, 45 മാർക്ക് ഉണ്ട് എന്ന്. അപ്പം മാർക്ക് അതിനകത്ത് സേ എക്സാമിന് മാക്സിമം മാർക്ക് നൽകാനാണ് നോക്കുക നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ. കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ്. അപ്പം എഴുതിയതിന് മാർക്ക് കുറയ്ക്കാനല്ല നോക്കുക, മാക്സിമം മാർക്ക് നൽകാനാണ് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നോക്കൂ, ഒരു പാരൻറ്റ് പറഞ്ഞിരിക്കുന്നത് 56 മാർക്ക് മാത്സിൽ കിട്ടിയെന്ന് എൻ്റെ മകൾക്ക്. പിന്നെ മറ്റൊരു പാരൻറ്റ് എൻ്റെ മോന് 43 മാർക്കുണ്ട് ഫിസിക്സിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കുക. സേ എക്സാമിന് മാക്സിമം മാർക്ക് കിട്ടുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു വീഡിയോയിലും അത് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസും അല്ലാതെയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അതിനകത്ത് സാറേ അതിനകത്ത് എങ്ങനെ പാസ്സാകുമോ വാല്യുവേഷൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു കമൻറ്റ് കൂടി നിങ്ങൾക്ക് നോക്കാം. മാത്സ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ 45 മാർക്കായി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. എക്സാം വരും, റിസൾട്ട് വരും, നിങ്ങൾ പാസ്സാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പം എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സേ എക്സാമുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.